ഹലോ എവ്രി വൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു ഔട്ടിംഗ് വ്ളോഗ് ആയാലോ? ഇന്ന് ഹസ്ബൻഡ് ലീവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും വെളിയിൽ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് കരുതി വെളിയിലിറങ്ങി. ദാ മോൻ ഫസ്റ്റ് ഇറങ്ങും. അവൻ ആദ്യം ചെന്ന് ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് അവിടെ നിൽക്കണം. അതിനുവേണ്ടി അവൻ ഓടി ഇറങ്ങും. എനിക്ക് പേടിയാണ് കേട്ടോ, ഞാൻ അതുകൊണ്ട് അവൻ്റെ കൂടെ ഓടും. പിന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് ഹസ്ബൻഡ് പറഞ്ഞു വേൾഡ് ബ്രാൻഡ്സിൻ്റെ ഒരു ഓഫർ എന്തോ നടക്കുന്നു, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നേരെ ചേട്ടാ വണ്ടി അങ്ങോട്ട് വിട്ടേക്കാൻ. അത് കഴിഞ്ഞിട്ട് എന്താ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഐസ്ക്രീമും ബർഗറും ഒരു ആപ്പിൾ ജ്യൂസൊക്കെ വാങ്ങിച്ച് അത് കഴിച്ച് ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോവുക. അപ്പം എനിക്ക് ഒരു ഷൂ ഒക്കെ വെക്കുന്ന കാര്യമല്ലേ, അപ്പം ഞങ്ങളിതാ വേൾഡ് ബ്രാൻഡ്സിലേക്ക് പോവാം. വേൾഡ് ബ്രാൻഡ്സിൽ ഓഫേഴ്സൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ സൈസിൻ്റെയൊക്കെ അളവ് സൈസൊക്കെ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. കാരണം ചിലപ്പോൾ 42 കാണത്തില്ല, അല്ലെങ്കിൽ 40 കാണത്തില്ല, അങ്ങനെയൊക്കെ ഇതില്ലേ, സൈസ് കാണാതില്ല, കുറവായി വരുന്നു. കാരണം എല്ലാവരും വന്ന് വീഡിയോസൊക്കെ കണ്ട് ചിലപ്പം എല്ലാം വാങ്ങിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കണം. പക്ഷേ കളക്ഷൻസൊക്കെ ഉണ്ട്. സ്കെച്ചേഴ്സ്, അഡിഡാസ്, US പോളോ, അങ്ങനെ കുറേ ബ്രാൻഡ്സിനൊക്കെ ഓഫേഴ്സ് നല്ലതായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്താ കൺഫ്യൂഷനിലായി, ഹസ്ബൻഡും ഞാനും ഒക്കെ കൺഫ്യൂഷനിലായി. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് നോക്കി. നിങ്ങൾ പറ കേട്ടോ ഞങ്ങൾ ഏത് ഷൂവാണ് സെലക്ട് ചെയ്തതെന്ന്. പിന്നെ മോന് നോക്കി, അവന് എന്താ സൈസ് അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ അവന് വാങ്ങിയില്ല. പിന്നെ ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ പെർഫ്യൂംസൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഒരു പെർഫ്യൂമും വാങ്ങി, ഞങ്ങൾ ഷൂവും വാങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നന്നായിട്ട് ടയേർഡായി കേട്ടോ. ടയേർഡായിട്ട് ഹസ്ബൻഡ് ഇരുന്നാൽ പിന്നെ ഓർത്തു ഫുഡ് കഴിക്കാമെന്ന്. പക്ഷേ എനിക്ക് വിശപ്പില്ലായിരുന്നു അത്ര, കാരണം ഞാൻ ഓൾറെഡി ബർഗർ കഴിച്ചിരുന്നല്ലോ. പിന്നെ ഞാൻ ഒരു ഉഴുന്നുവടയും ഒരു സുഖിയനും വാങ്ങി, ഒരു കോഫിയും കുടിച്ചു. ഹസ്ബൻഡ് ബിരിയാണി കഴിച്ചു. ഹസ്ബൻഡ് നല്ല വിശപ്പായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് നൊസ്റ്റാൾജിക് മുട്ടായൊക്കെ കണ്ട് ഞങ്ങൾ അതൊക്കെ വാങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അരുണും ഞാനും മോനും കൂടെ കുറച്ച് ടോയ്സൊക്കെ വാങ്ങാൻ പോയി. മെയിൻലി മോന് ടോയ്സ് വാങ്ങണമായിരുന്നു, കാരണം അവൻ്റെ ടോയ്സൊക്കെ പോയിരിക്കുകയായിരുന്നു. അവനെല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു വെച്ചിരിക്കുക. എങ്കിലും അവന് ടോയ്സ് വാങ്ങാതെ ഒരു സമാധാനം ഇല്ലാതെ ഞങ്ങൾ ടോയ്സ് വാങ്ങാനായിട്ട് പോയി. അവന് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഫ്രൂട്ട് ബേ കയറി. അവിടുന്ന് ഞങ്ങളൊരു സ്മൂത്തിയൊക്കെ കുടിച്ച്, പിന്നെ ചീസി ചിക്കൻ ഫ്രൈസ് ഉണ്ടല്ലോ, അതും വാങ്ങിക്കഴിച്ചു. അപ്പം നാളെ ഞാൻ എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്തു എന്ന് കാണിക്കാം കേട്ടോ. എന്നാൽ ഞങ്ങൾ വീട്ടിൽ പോട്ടെ. ഞങ്ങളങ്ങനെ വീട്ടിൽ എത്തി. ബായ്, നാളെ കാണാം.